സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടം ഉടൻ തന്നെ കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുമോ എന്നുള്ളത് നമുക്ക് ഒരു ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു പ്രളയ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാണ്ടി ഉമ്മൻ സാറും അതുപോലെ തന്നെ സന്ദീപ് വാര്യറും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ. സുഹൃത്തുക്കളെ, സന്ദീപ് വാര്യറെ പോലെയൊക്കെയുള്ള ഒരു MLA ശരിക്കും പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞ ആ തൃക്കരിപ്പൂരുകാർ ശരിക്കും ഭാഗ്യവൻ ചെയ്തവർ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗ്യം ചെയ്ത ഒരു നാട്ടുകാർ, ആ ഉമ്മയൊക്കെ ചേർത്ത് പിടിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ ശരിക്കും എന്താ ഇലക്ഷന്റെ സമയത്ത് പോലും പുള്ളിക്കാരൻ എന്താ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആ പൈസയ്ക്ക് തന്നെ വീടോ കാര്യങ്ങളോ ഒക്കെ ആൾക്കാർക്ക് വെച്ചു കൊടുത്തു. ശരിക്കും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശരിക്കും ചാണ്ടി ഉമ്മന്. അപ്പോൾ നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് ചെയ്തു എന്ന് തന്നെ നമ്മൾ പറയണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലോട്ടോ, നല്ലത് ചെയ്താൽ നല്ലത്. അതിപ്പം ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും പിണറായി വിജയൻ സാറാണെങ്കിലും VD സതീശ് സാറാണെങ്കിലും നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് ചെയ്തു എന്ന് തന്നെ പറയണം. അതായത് ഇപ്പോൾ ഒരു പ്രളയവും വെള്ളവും കാര്യങ്ങൾക്കും ഒരു 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 പ്രശ്നവും ഒരു അതൊന്നും വകവയ്ക്കാതെ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. നമ്മൾ കുറെ ട്രോളുകൾ വരെ കണ്ടതാണ്. നരനായും ബാഹുബലിയായിട്ടൊക്കെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാണ്ടിമൻ സാറിന്റെ ഓരോ വീഡിയോകളും നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണം ജനങ്ങളോടൊപ്പം ജനങ്ങളോട് ചേർന്ന് നിന്ന് ഇത്രയ്ക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു MLA, ഓക്കെ, നമുക്കും ഉണ്ട് MLA. നിങ്ങളുടെ നാട്ടിലുള്ള MLA മാരൊക്കെ ഇതുപോലൊക്കെ ചെയ്യാറുണ്ടോ? ശരിക്കും ചാണ്ടിമുനെയൊക്കെ കിട്ടിയ ആ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവരാണെന്ന് തന്നെ പറയാം. ഓക്കെ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കൊച്ചു എളുപ്പംകാലത്ത് പോലും ഫുള്ള് വർക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഫുള്ള് വർക്ക്. ഓക്കെ, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അത് എന്താ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ആരുടേതാണ്? ഉമ്മൻചാണ്ടി സാറിൻ്റെതാണ്. ഓക്കെ, ആരോടും ഒരു ദേഷ്യ വൈരാഗ്യ ശത്രുത ഒന്നും ഇല്ലാത്ത ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നല്ല മനുഷ്യൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾ ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട് വോട്ട് കൊടുത്ത് നമ്മൾ ജയിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ കേസ് എടുത്താൽ അവർക്കറിയാം എങ്ങനെ ആളുകളെ ചേർത്ത് നിർത്തണം എന്ന് അവർക്കറിയാം. കണ്ടോ, പ്രായം ചെന്ന ആ ഉമ്മയെ ആ പ്രളയ സമയത്ത് അവരുടെ വീട്ടിൽ ചെന്ന് ആശ്വസിപ്പിക്കുന്നു. ഓക്കെ, ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന സന്ദീപ് വാര്യരെയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് സന്ദീപ് വാര്യരും VD സതീശൻ സാറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആ സംഭാഷണമാണ് നമ്മൾ അടുത്ത ക്ലിപ്പിൽ നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ MLA എങ്ങനെയാണ്, ഇങ്ങനെയാണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യണം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും UDF സർക്കാർ കയറിയിട്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഞാൻ UDFനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയണമല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലിപ്പ് കണ്ടു നോക്കാം. അതായത് VD സതീശൻ സാറും സന്ദീപ് വാര്യരും തമ്മിലുള്ള ഒരു സംഭാഷണം. ഓക്കെ, ആളുകൾ നമ്മൾ മാറ്റി താമസിപ്പിച്ചു. ഇന്നലെ രാത്രി നിന്ന് മാറ്റി താമസിച്ചു. അവിടെ ഒരു ക്യാമ്പ് തുടങ്ങി, തയ്യന്നി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിലൊരു 10-70 പേരുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പിന്നെ ലാൻഡ് സ്ലൈഡ് ഉള്ളപ്പോ പിന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു വീട്ടില്, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. അവര് അതിനെടുത്ത വീഡിയോസ് ആണ് പുറത്തു വന്നുള്ളത്. അവര് വീണ്ടും മുന്നിൽ കൂടെ ഒന്നിച്ച് കുത്തിവെച്ച് പോകുന്നതൊക്കെ. പിന്നീട് വീണ്ടും ചെറിയ പൊട്ടലുകൾ ഉണ്ടായി. ഇപ്പം നമ്മുടെ ഈ പിന്നെ നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലെ പിന്നെ ചില പ്രദേശങ്ങൾ, ചാച്ചമത്ത്, അതുപോലെ തന്നെ മായിച്ച ആ പ്രദേശങ്ങളൊക്കെ വെള്ളം കയറിയുണ്ട്. നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്. ഞാൻ അവിടെയാണുള്ളത്. ഉണ്ട് സിഎം, ഉണ്ടോ? സ്ഥലത്തേക്ക് ചെയ്യണം. ഞാൻ കളക്ടറെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ശരി സിഎം, ശരി സിഎം, ശരി. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ വിളിക്കും. ശരി. ഞാനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കരുതും ഞാനൊരു പക്കാ കോൺഗ്രസ്സുകാരനാണ്, ഇവൻ കോൺഗ്രസിനെ പ്രൊമോട്ട് ചെയ്യണം, കോൺഗ്രസിന്റെ PR ആണെന്നൊക്കെ നിങ്ങൾ കരുതുമായിരിക്കും. പക്ഷെ അതൊന്നുമല്ല. ശരിക്കും നല്ല കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് അതെല്ലാം കൂടെ സിങ്ക് ചെയ്തിട്ടതാണ്. ഓക്കെ, അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം. ഓക്കെ, നല്ലൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാണ്ടിമൻ സാറും അതുപോലെ സന്ദീപ് വാര്യരൊക്കെ ചെയ്തത് ഈ ഒരു പ്രളയ സമയത്ത്. ഇപ്പൊ എനിക്കൊന്ന് എല്ലായിടത്തും മഴയൊക്കെ അത്യാവശ്യം കുറഞ്ഞ് ചെറിയ മാനമൊക്കെ ഒന്ന് തെളിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. വെള്ളമൊക്കെ അത്യാവശ്യം ചിലയിടത്തൊക്കെ മാറിയിട്ടുണ്ട്, നല്ലപോലെ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം അതാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത്. ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നാളെ ഇപ്പം LDF സർക്കാർ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അവർ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. അതോ ഇപ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും ഈ സന്ദീപ് വാര്യരും
ചാണ്ടി ഉമ്മൻ സാറും ഒക്കെ ശരിക്കും പറഞ്ഞ ഒരു മെയിനായിട്ട് ചാണ്ടി ഉമ്മൻ ഒരു മന്ത്രിസ്ഥാനം അർഹിച്ച വ്യക്തി തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം തന്നെ കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാഞ്ഞത് എന്താണെന്ന് അറിയാൻ പാടില്ല. അത് അത്യാവശ്യം നല്ല മോശം ഒരു പരിപാടിയായി പോയി എന്തായാലും യു ഡി എഫ് ഗവൺമെന്റ് കാണിച്ചത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തി, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കടലാക്രമണത്തിൽ ഇവിടെ കൊല്ലത്ത് ഒരാളെ കാണാതെ പോയിട്ട് കുറേ നാളായി. അദ്ദേഹത്തിന്റെ വീട്ടുകാരൊക്കെ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. സോ തന്റെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് VD സതീശൻ സാർ അവരുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ക്ലിപ്പ് കൂടി നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കാം. കുഞ്ഞുമോനെ ഇങ്ങനെ കിട്ടിയാ മതി. എനിക്കത് സഹിക്കാൻ വയ്യ. എന്റെ കുഞ്ഞുമോനെ ഓർത്ത് എനിക്ക് സഹിക്കാൻ വയ്യ. കുഞ്ഞുമോനെ കിട്ടണേ. വലിയ വിസ്താരമൊന്നുമില്ല. കളക്ടറെ കുറച്ചൊന്ന് ബാക്കിലോട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഒരാഴ്ച അങ്ങനെ പറഞ്ഞത് സാറ് വന്നപ്പോഴും ആശുപത്രി നല്ലതാണ്. ഞാൻ പറഞ്ഞു ഈ കുടുംബത്തിന് ഈ കരുത്ത് കൊടുക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം എന്തായാലും നമ്മുടെ അമൃതാനന്ദമയി അടക്കം പുള്ളിക്കാരിന്റെ ഹെലികോപ്റ്റർ അടക്കം വിട്ടുകൊടുത്തിട്ടുണ്ട് തെരച്ചിലിന് വേണ്ടിയിട്ട്. സോ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ശരിക്കും. അപ്പോൾ എന്തൊക്കെയായാലും തിരക്കുകളും കാര്യങ്ങളും എല്ലാം മാറ്റി അദ്ദേഹം എത്തേണ്ടത് തന്നെയാണ് അവിടെ. എങ്കിലും ആ നാട്ടിലൊരു മന്ത്രി ഉണ്ട് എങ്കിൽ കൂടിയും VD സതീശൻ സാറും അവിടെ എത്തി അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വിഷ്വൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത്. ഭയങ്കര ഇത്ര ദിവസമൊക്കെ കടലിൽ പോയിട്ട് ഇതുവരെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് മഴയും കാര്യങ്ങളും കടലൊക്കെ അത്യാവശ്യം രൂക്ഷമാണ്. സോ അതിനിടയ്ക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പ്രയാസമാണ്. എങ്കിലും നമ്മുടെ ഗവൺമെന്റ് മാക്സിമം തെരച്ചിലും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അവർ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് വരെ ന്യൂസുകൾ പടച്ചുവിടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ വാസ്തവം. ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ തൃക്കരിപ്പൂറും ഇതുപോലെ തന്നെ കടല് ഭയങ്കര റഫായിട്ട് കിടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കടൽ ഭിത്തിയും കാര്യങ്ങളും ഒക്കെ വേണം. സോ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നത് നമ്മുടെ സന്ദീപ് വാര്യർ. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് VD സതീശൻ സാറ്, അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ സാറ്, സന്ദീപ് വാര്യർ സാറാണ്. ഓക്കെ, അപ്പോൾ ഇവര് മൂന്നുപേരും ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോസ് ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ ശരിക്കും സൂപ്പർ ഹീറോസ് തന്നെയാണ്. ചാണ്ടി ഉമ്മൻ സാറൊക്കെ ശരിക്കും സൂപ്പർ ഹീറോസ് തന്നെയാണ്. കാരണം ഊണും ഉറക്കം ഒന്നുമില്ലാതെ ഫുൾ ടൈം ആ ഫ്ലഡ് വന്ന് വെള്ളം കയറി കിടക്കുന്ന അതിലാണ് പുള്ളിക്കാരൻ വള്ളത്തിലും നീന്തിയും ഒക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ് ശരിക്കും. ആൾക്കാരെ രക്ഷിക്കാനും രക്ഷപ്പെടുത്താനും ഫുഡ് കൊടുക്കാനും കാര്യങ്ങൾക്കെല്ലാം 24/7 സജ്ജമായിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് സന്ദീപ് വാര്യർ സാറിന്റെ ജസ്റ്റ് ഒരു ക്ലിപ്പ് കൂടെ കണ്ടിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. വെളിയറം പഞ്ചായത്തിന്റെ കടലാക്രമണം രൂക്ഷമാണ്. അതിന് എന്ത് പ്രതിവിദ്യ കാണുന്നതെന്ന് നമുക്ക് നമ്മളെ ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ സാറിനോട് ചോദിച്ചറിയാം. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയത് ഈ വലിയ പറമ്പിലെ വിഷയം പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പ്രസ്താവനകൾക്കപ്പുറം ഞാൻ അതിലൊരു വളരെ ക്രിയാത്മകമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പോയി കണ്ടു.
അദ്ദേഹത്തിന് ഇവിടുത്തെ സംഗതികൾ ബോധിപ്പിച്ചു. ഇവിടുത്തെ ഈ രൂക്ഷത അദ്ദേഹത്തെ ബോധിപ്പിച്ചു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്കൊരു ഇമ്മീഡിയറ്റ് റിലീഫായിട്ട്, അതായത് ഇപ്പം ടെട്രോപാഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരമാണ്. ഞാൻ കൊടുത്ത നിവേദനത്തിലും ടെട്രോപാഡാണ് പറഞ്ഞിട്ടുള്ളത്. ശാസ്ത്രീയമായിട്ടൊരു പഠനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും അദ്ദേഹം ഇമ്മീഡിയറ്റ് റിലീഫ് എന്നുള്ള നിലയ്ക്ക് ജിയോ ബാഗുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇറിഗേഷൻ വകുപ്പിന് അപ്പോൾ തന്നെ നൽകുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതേ ഫയലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു കടൽഭിത്തി നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ള മിനിസ്ട്രിക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെ ചുമതലപ്പെടുത്തി. ഞാൻ അവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ആദ്യത്തെ സീസൺ അവാർഡ് ചെയ്താൽ ഉടൻ തന്നെ രണ്ടാമത്തെ സീസണിന്റെ പ്രവർത്തനം തുടങ്ങാമെന്നും അതിൽ വലിയ പറമ്പിനെ ഉൾപ്പെടുത്താമെന്നും അദ്ദേഹത്തിന് സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കടൽഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തെ സീസൺ ആദ്യം തന്നെ വലിയ പറമ്പിനെ ഉൾപ്പെടുത്താമെന്നും മിഷൻ ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചിട്ടതും ടെട്രോപാഡ് എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സിലും ആശയമുള്ളത്. പക്ഷെ ഞാൻ അതിലപ്പുറം പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഇപ്പം നമ്മളെ രാഷ്ട്രീയക്കാരാണ്, പൊതുപ്രവർത്തകരാണ്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ശാസ്ത്രീയമായ അറിവുള്ള ആളുകൾ ഇത് പഠിച്ച് എന്താണോ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് കണ്ടെത്തി ആ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവിടെ ഉണ്ടാകണം. ഈ ഭാവി എന്ന് പറയുന്നത് ടൂറിസം ഇൻഡസ്ട്രിയാണ്. 24 കിലോമീറ്റർ നീളവും ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം വിടുത്തുമുള്ള വളരെ അത്യപൂർവമായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള ഒരു പഞ്ചായത്താണ്. കേരളത്തിൽ തന്നെ സവിശേഷമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണ്. രാജ്യത്തെ ഈ കല്ലുമുക്കായ ഉൽപാദനത്തിലെ 85% വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ഇതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെല്ലാം അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുമായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥലത്തിലെ ഏറ്റവും ഹയർ ഒഫീഷ്യൽസുമായിട്ട്, ഫിനാൻസ് സെക്രട്ടറി ഉൾപ്പെടെ, അല്ലെങ്കിൽ ഫിഷറീസിന്റെ, അതുപോലെ തന്നെ ഹാർബറിന്റെ, നമ്മുടെ ഇറിഗേഷന്റെ എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ടും ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ടതും അദ്ദേഹവും വളരെ ആത്മാർത്ഥതയോടുകൂടി വിത്തിൻ 5 മിനിറ്റ്സ് അദ്ദേഹം ജിയോ ബാഗുകൾക്ക് ഓർഡർ കൊടുത്തു. അതിനുശേഷം ഈ എസ്റ്റിമേറ്റ് എടുക്കാനുള്ള ഉത്തരവ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട്. ഓക്കെ, കണ്ടല്ലോ. ശരിക്കും ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിപ്പിച്ച് വിടേണ്ട ആളുകൾ. ഓക്കെ, ശരിക്കും ഇനി നാളെയുള്ള കേരളത്തിന് ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു മുതൽക്കൂട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ഓക്കെ, ഇതുപോലുള്ള ആളുകൾ. അതായത് രാഹുൽ മാങ്കൂട്ടവും നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം കുറച്ച് അദ്ദേഹത്തിന്റെ തന്നെ കയ്യിലിരിപ്പ് കാരണം ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനെ തിരിച്ച് കോൺഗ്രസിലേക്ക് എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ 1-2 ദിവസത്തിനകം തന്നെ നമുക്ക് ആ വാർത്തകളൊക്കെ കൺഫേം ആയിട്ട് അറിയാൻ പറ്റും. കോൺഗ്രസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ തിരിച്ചു വരവെന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകളടക്കം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമായിരിക്കാം. ഓക്കെ, ഇപ്പോൾ അദ്ദേഹം നല്ല സജീവമായിട്ട് തന്നെയുണ്ട് സോഷ്യൽ മീഡിയയിൽ. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിസഭയ്ക്ക് നല്ല സപ്പോർട്ടും താങ്ങായിട്ടും തണലായിട്ടും രാഹുൽ മാങ്കൂട്ടം ഉണ്ടെന്നുള്ളതാണ്. 24/7 പുള്ളിക്കാരൻ ഓണാണ്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെയൊന്നും പോയില്ലായിരുന്നെങ്കിൽ നല്ല ഫ്യൂച്ചറുള്ള ഒരു വ്യക്തിയാകേണ്ടതായിരുന്നു. ശരിക്കും നല്ല ഫ്യൂച്ചർ, നല്ല ലെവലിൽ എത്തേണ്ട ആൾ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വിധി, വരുത്തി വെച്ച വിധി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ശരിക്കും നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതിനെ, അല്ലാതെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്താങ്ങുന്ന വ്യക്തിയൊന്നുമല്ല. ഓക്കെ, നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നു അവർക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, അതുപോലെ തന്നെ കമൻസ് ഇടാൻ മറക്കരുത്. ജസ്റ്റ് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.